എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 88 ഇന്ന് ആരംഭിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഒരു ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പരീക്ഷിത്ത് രാജാവ് ചോദിക്കുകയാണ്, മഹർഷേ, ശിവഭക്തന്മാര് പ്രായണ ധനികന്മാരും വിഷ്ണു ഭക്തന്മാര് ദരിദ്രരും ആയി കാണുന്നു. എന്താ ഇതിന് കാരണം? മഹാവിഷ്ണുവിന് കരുണ കുറവാണെന്നുണ്ടോ? അപ്പൊ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, കാരുണ്യ ആധിക്യത്താൽ ശിവൻ തന്നെ സേവിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ സർവാഭിഷ്ടങ്ങളെയും വർഷിക്കും. ക്ഷിപ്രപ്രസാദി ആണല്ലോ ഭഗവാൻ, അതാണ്. എന്നാൽ കരുണാർണവനായ മഹാവിഷ്ണു തന്നെ സേവിക്കുന്നവരെ അഹങ്കാരം വർദ്ധിച്ച് അധപ്പതിക്കരുത് എന്ന് വിചാരിച്ച് സേവിപ്പിച്ച് മനഃശുദ്ധി വന്ന ശേഷം മാത്രമേ ഐശ്വര്യാദികളൊക്കെ കൊടുക്കുള്ളൂ. ശിവൻ ആളെ നോക്കാതെ ക്ഷിപ്രാനുഗ്രഹം ചെയ്യുക കാരണം ചിലപ്പോ ശിവന് തന്നെ അത് വിഷമമായിട്ട് തീരാറുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട്, പണ്ട് ശകുനിയുടെ പുത്രനായ വൃഗൻ എന്ന ഒരു അസുരൻ ത്രിമൂർത്തികളിൽ ആരെ സേവിച്ചാലാണ് വേഗം പ്രസാദിക്കുക എന്ന് നാരദ മഹർഷിയോട് ചോദിച്ചു. ക്ഷിപ്രപ്രസാദി ശിവനാണ്. പണ്ട് ബാണാസുരനിൽ പ്രസാദിച്ച അദ്ദേഹത്തിന്റെ കാവൽക്കാരനും കൂടി ആയിട്ടുണ്ട്. പക്ഷെ കോപവും വേഗത്തിലുണ്ടാവും. അതുപോലെ തന്നെയാണ്, പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും, പെട്ടെന്ന് കോപം വരും ഭഗവാന് എന്നൊക്കെ നാരദൻ പറഞ്ഞത് കേട്ട് വൃഗാസുരൻ കേദാരഘട്ടത്തിൽ ചെന്ന് ശിവനെ തപസ് ചെയ്തു. ഹോമകുണ്ഡം നിർമ്മിച്ച് ഗംഗയിൽ സ്നാനം ചെയ്ത് സ്വന്തം മാംസം മുറിച്ച് അഗ്നികുണ്ഡത്തിൽ ഹോമിച്ചു. ഇങ്ങനെ 7 ദിവസം കഴിഞ്ഞു. ദേഹത്തില് മാംസം ഒട്ടുമില്ലാതെയായി. ശിവനാണെങ്കിൽ പ്രത്യക്ഷനാവണമില്ല. മൃഗാസുരൻ വാളെടുത്ത് ശിരസ് മുറിച്ച് ഹോമിക്കാൻ ഭാവിച്ചു. അപ്പൊ സന്തുഷ്ടനായ മഹാദേവൻ പാർവതീ സമേതം പ്രത്യക്ഷമായിട്ട് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. ദുഷ്ടനായിട്ടുള്ള മൃഗാസുരന് പാർവതിയെ കണ്ടപ്പോഴേ കാമം ജനിച്ചു. ശിവനെ നശിപ്പിച്ച് പാർവതിയെ സ്വന്തമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി താൻ ആരുടെ ശിരസിൽ കൈവച്ചാലും അവര് ഭസ്മമാകണം എന്നുള്ള വരം, അതാണ് ആവശ്യപ്പെട്ടത്. ഭക്തവത്സലനായ ഭഗവാൻ ആ വരം കൊടുക്കുകയും ചെയ്തു. വരം ലഭിച്ച ഉടനെ മൃഗാസുരൻ ശിവന്റെ ശിരസിൽ തന്നെ കൈവയ്ക്കാൻ ഭാവിച്ചു. പരിഭ്രാന്തനായ ശിവൻ പേടിച്ച് ഓടാൻ തുടങ്ങി. മൃഗാസുരൻ പിന്നാലെയും. തപോബലമുള്ള മഹർഷിമാരും പേടിച്ച് പിന്മാറി. ഒടുവില് ശിവൻ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഭഗവാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തില് മൃഗാസുരന്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, അല്ലയോ ശകുനേയ, ദക്ഷശാപത്തിന് ശേഷം ശിവം വരം കൊടുത്താലൊന്നും ഫലിക്കാറില്ല. എന്താ അങ്ങനെ ഓടണം ചോദിച്ചപ്പോ പറഞ്ഞു, ഒരാള് ഇതിലെ ഓടണം കണ്ടോ, ശിവൻ എന്നെ പേടിച്ചിട്ട് ഓടാണ്, കണ്ടു എവിടെയെങ്കിലും ചോദിച്ചപ്പോഴാണ്. അത് ശരി, ശിവന്റെ നിന്നാണോ വരം മേടിച്ചത്? അതെ, ആ ദക്ഷയാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം വരം കൊടുത്താലൊന്നും ഫലിക്കില്ല കേട്ടോ. അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങയുടെ ശിരസിൽ തന്നെ കൈവച്ച് നോക്കിക്കോളൂ. ഫലിക്കാത്ത വരം തന്ന് ശിവൻ അങ്ങയെ വഞ്ചിച്ചതായിട്ട് വരുന്ന പക്ഷം നമുക്ക് ശിവന്റെ കഥ കഴിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു. മഹാവിഷ്ണുവിന്റെ സൂത്രം അറിയാതെ മൃഗാസുരൻ തന്റെ ശിരസിൽ കൈവച്ചു. ഉടനെ അദ്ദേഹം സ്വയം ഭസ്മമായിട്ട് മാറുകയും ചെയ്തു. ഈ ചരിത്രം കൊണ്ട് സാത്വികമായ ഭജനം ചെയ്ത് മനഃശുദ്ധി സമ്പാദിക്കാതെ വൈകുണ്ഠത്തിലെത്തിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ശ്രവണ കീർത്തനങ്ങളാകുന്ന ഭക്തിയോഗത്തെ ശീലിക്കുക തന്നെ ചെയ്യണം. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ ഉത്തരാർത്ഥം 88-തമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാം വരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാഗർത്ഥാവിവ സംവൃക്തോ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃപിതരോ വന്ദേ പാർവതീ പരമേശ്വരൗ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമധി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതാ മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ.
ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ നതു ലക്ഷ്മ്യാ പതിം ഹരിം. പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കാണ്, അഭയപ്രദനായ ഹരി ഭജിക്കുന്നവർക്ക് മുക്തി കൊടുക്കുന്നവനാണെന്ന് അധ്യായ അവസാന ശ്ലോകത്തില് അങ്ങ് പറഞ്ഞുവല്ലോ. അപ്പൊ ചോദിക്കാം, സകല ഭോഗങ്ങളും ഉപേക്ഷിച്ച് ദിഗംബരനായിരിക്കുന്ന ശിവനെ ദേവാസുര മനുഷ്യന്മാരില് ആര് ഭജിക്കുന്നുവോ പ്രായേണ അങ്ങനെയുള്ളവര് ധനാദി സമൃദ്ധി പ്രാപിച്ച് ബഹുസുഖഭോഗങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് കാണപ്പെടുന്നു. സകല സമ്പൽ സ്വരൂപിണിയായ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് ആയതുകൊണ്ട് സകല കല്യാണ ഭോഗങ്ങളോടും കൂടിയിരിക്കുന്ന ശ്രീഹരിയെ ഭജിക്കുന്നവരാകട്ടെ അത്ര ധനവാന്മാരും ആയിട്ട് കാണപ്പെടുന്നില്ല. അവര് പ്രായണ ദരിദ്രന്മാരാണ്. എന്താ കാരണം ചോദിക്കാണ്. ഏതദ് വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹാൻഹിന വിരുദ്ധശീലയോ പ്രഭോ വിരുദ്ധാ ഭജതാം ഗതി. ശിവനും വിഷ്ണുവും ഈശ്വരന്മാര് തന്നെയാണ്. വിഷ്ണു സർവമംഗളഭോഗങ്ങളോടും കൂടിയ ദേവൻ, ശിവൻ സർവഭോഗങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്ന ദേവൻ. അതുകൊണ്ട് ഇവര് അന്യോന്യം വിരുദ്ധ സ്വഭാവമുള്ളവരാണ്. വിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് സർവഭോഗ സമൃദ്ധിയും ശിവനെ ഭജിക്കുന്നവർക്ക് സർവഭോഗ ഹാനിയും ഉണ്ടാകുന്നതായാൽ യുക്തം തന്നെ. പക്ഷെ അനുഭവം അങ്ങനെയല്ല, വിപരീതമായിട്ടാണ്. അങ്ങനെ വരാൻ എന്താ കാരണം? ഈ സംഗതിയിൽ ഞങ്ങൾക്ക് സന്ദേഹമുണ്ട് മുനെ, അതിന്റെ നിർണയം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ശ്രീ ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ശ്രീ ശുഖബ്രഹ്മർഷി മറുപടി പറയുന്നു. ശ്രീ ശുക ഉവാച ശിവശക്തിയുത ശശ്വത്രിലിംഗോ ഗുണസംവൃത വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ. ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു, ശിവൻ നിത്യാനന്ദ സ്വരൂപനായ പുരുഷൻ തന്നെയാണ്. പ്രകൃതിയോടുകൂടിയവനായി 3 വിധ ലക്ഷണങ്ങളോടുകൂടിയവനായി ഭവിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി ഗുണങ്ങളാൽ സംവൃതനാകുന്നു. ആ 3 ഗുണങ്ങൾ എന്തെന്നാൽ സത്വം, രജസ്, തമസം എന്നിവ തന്നെ. ആ 3 ഗുണങ്ങളെ അധിവസിക്കുന്ന അഹങ്കാരവും സാത്വികം, രാജസം, താമസം എന്ന 3 വിധത്തിലുണ്ട്. അതുകൊണ്ട് ഈ 3 വിധ ഗുണങ്ങളെ അധിവസിക്കുന്ന ശിവനും 3 വിധമായിരിക്കുന്ന ദേവൻ തന്നെ. വിഭൂതികള് സത്വാദി 3 ഗുണങ്ങളുടെ കാര്യങ്ങളാകുന്നു. ഗുണഭേദ നിമിത്തം ഭജിക്കുന്നവർക്കും വിഭൂതിഭേദം ഉണ്ടാകുന്നു. സത്വഗുണ സമ്പൂർണനും നിർഗുണനുമാണെന്നുള്ള അറിവോടുകൂടി ശിവനെ തന്നെ ഭജിക്കുന്നതായാൽ അവർക്ക് ജ്ഞാനവും മോക്ഷവും ലഭിക്കും. തതോ വികാര അഭവൻ ഷോഡശാമേഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവസാവശ്നുതേ ഗതിം. അഹങ്കാരം 3 വിധമായതിനാൽ അതിൽ നിന്ന് 16 വികാരങ്ങൾ ഉണ്ടായി. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും, രാജസ അഹങ്കാരത്തിൽ നിന്ന് 10 വിധ ഇന്ദ്രിയങ്ങളും, താമസ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളും ഉണ്ടായി. ഇവയെല്ലാം അഹങ്കാര കാര്യങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്ന ദേവന്മാരെ വേറെ വേറെ പറയാതെ ഇന്ദ്രിയങ്ങളിൽ ഉൾപ്പെടുത്തി പറഞ്ഞതുകൊണ്ടാണ് 16 എന്ന് പറഞ്ഞത്. ഇന്ദ്രിയ ദേവതകള് 10 പേര് ആരെല്ലാമാണെന്ന് നോക്കാം. ദിക്ക്, വാതം, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി. ഈ 10 ദേവന്മാർക്ക് ഓരോ ഇന്ദ്രിയങ്ങളുടെ നാഥത്വം ഉണ്ട്. അതുകൊണ്ട് അതത് ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന വിഭൂതികൾ നൽകാൻ കഴിയും. അതുകൊണ്ട് ഈ 10 പേരിൽ ആരെ ഒരാൾ ഭജിക്കുന്നുവോ ആ ദേവന് എന്തു ഫലം കൊടുക്കാൻ ശക്തിയുണ്ടോ ആ ഫലം ആ ഭക്തന് കിട്ടും. ഇങ്ങനെ ദേവതാഭജനത്താൽ സർവവിഭൂതികളെയും പ്രാപിക്കുവാൻ സാധിക്കും. ഹരിർഹി നിർഗുണ സാക്ഷാൽ പുരുഷ പ്രകൃതേ പര സ സർവദൃഗുപദ്രഷ്ടാ തം ഭജൻ നിർഗുണോ ഭവേത്. വിഷ്ണു പ്രകൃതി ഗുണബന്ധം ഇല്ലാത്തവനാണ്. എന്തുകൊണ്ടെന്നാൽ പ്രകൃതിയെ നിയമിക്കുന്ന പുരുഷനാകുന്നു വിഷ്ണു. ജ്ഞാനം മുതലായ 6 ഗുണങ്ങൾ തികഞ്ഞിട്ടുള്ളവനും അതിനാൽ സർവജ്ഞനും സർവസാക്ഷിയുമാകുന്നു. അപ്രകാരം ഇരിക്കുന്ന വിഷ്ണുവിനെ ഭജിക്കുന്ന പുരുഷൻ ഗുണബന്ധത്തിൽ നിന്ന് മുക്തനായിട്ട് ഭവിക്കും. വിഷ്ണുവിനും ശിവനും ബ്രഹ്മാവിനും ഭേദം ഒട്ടും തന്നെ ഇല്ല. എങ്കിലും ഗുണഭേദം നിമിത്തം ശാന്തം, ഘോരം, മൂഢം
എന്ന ഭാവഭേദം അവർക്കുണ്ടെന്ന് പല സ്ഥലത്തും പ്രതിപാദിച്ച് കാണുന്നുണ്ട്. നിവൃത്തേഷ്വശ്വമേധേഷു രാജായുഷ്മൽ പിതാമഹ ശൃണ്വൻ ഭഗവതോ ധർമാൻ അവൃച്ഛദിതം അച്യുതം. ഇപ്പോ ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ തന്നെ കൽപ്പിച്ചുണ്ടാക്കിയതല്ല, പറയണ ശ്രീ ശിവബ്രഹ്മർഷി. ഭഗവാൻ തന്നെ അരുളി ചെയ്തതാണ്. എപ്പോൾ എന്ത് സംഗതിയാൽ എന്നതാ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് പറയണം. അങ്ങയുടെ പിതാമഹനായ യുധിഷ്ഠിര മഹാരാജാവ് അശ്വമേധം എന്ന യാഗം നടത്തിയ ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനോട് ധർമ്മങ്ങളെ ചോദിച്ച് അറിയുന്ന കൂട്ടത്തില് ഇപ്പൊ അങ്ങ് എന്നോട് ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, അത് എന്നോട് ചോദിച്ചു പറയണം. സ ആഹ ഭഗവാൻ തസ്മൈ പ്രീത ശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യദോ കുലേ. മനുഷ്യരുടെ മായാമോഹം നീക്കി മോക്ഷം സാധിക്കാൻ ഉപകരിക്കുന്ന മനോഹര ലീലകൾ നടത്തുവാനായി യദുകുലത്തിൽ യാതൊരു ഭഗവാൻ അവതരിച്ചുവോ? ഷഡ്ഗുണ പരിപൂർണനും എന്തും നടത്തുവാൻ ശക്തനുമായ ആ ശ്രീകൃഷ്ണമൂർത്തി കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പിതാമഹനെ കുറിച്ചുള്ള സന്തോഷ നിമിത്തം അതിനുത്തരം ഇങ്ങനെ പറഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.